ഇപ്പോൾ രാത്രിയായി. ഇനിയിപ്പം തുടർന്ന് ഇവിടെ ഈ ആനനെ അവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ സംഭവിക്കുകയോ ചിലപ്പോൾ ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ആനനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത്രയും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. നമ്മൾ ചില ആവശ്യങ്ങളുണ്ട്, അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ നിരന്തരം ഈ കാട്ടാന ശല്യത്തിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അവസരം വിനിയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ അറിവിലേക്ക് അച്ഛൻ തന്നെ പറഞ്ഞു. ദയവ് ചെയ്ത് ഇതൊരു മീഡിയയിൽ കൊടുക്കാൻ വേണ്ടിയല്ല, മീഡിയക്കാർ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇതെൻ്റെ നമ്മൾ നാട്ടുകാരോട് പറയുന്നത് മീഡിയ പ്ലീസ് ദയവായിട്ട് നിങ്ങളൊന്ന് സഹകരിക്കണം. പല ഭാഗത്തും വന്ന ആളുകളുണ്ടാവും, പക്ഷേ നിങ്ങളൊന്ന് സൈലൻ്റായി നിൽക്കുക. നമ്മുടെ ഇവിടെയുള്ള ആളുകൾ മെമ്പർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഞാൻ ആരംഭിക്കാം. എൻ്റെ വികാരവും എൻ്റെ ചിന്തയും മുഴുവനും ഈ പ്രദേശത്തെ ജനത്തോടൊപ്പമാണ്. ഞാൻ ഈ പ്രദേശത്ത് നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇനി സാധാരണഗതിയിൽ ഒരു 3 വർഷമാണ് ഞങ്ങളുടെ കാലാവധി. അപ്പോൾ ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സാധാരണഗതിയിൽ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പോകും. എങ്കിൽ പോലും ആയിരിക്കുന്ന സമയത്ത് ആ പ്രദേശത്തെ ജനത്തിൻ്റെ വികാരത്തോടും ആ പ്രദേശത്തെ ജനത്തിൻ്റെ ബുദ്ധിമുട്ടിനോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട മാന്യത. അത് ആ ഒരു വികാരത്തോടു കൂടെ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കിപ്പം ഇന്നലെ 1 മണിക്ക് ആരംഭിച്ച ഒരു ഇഷ്യൂ ആണിത്. 1 മണിക്ക് ആരംഭിച്ചു, ഒരു 18 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതിനൊരു സൊല്യൂഷൻ എത്തണം. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ ആനയെ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ തമിഴ്നാട്ടിലോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരൊന്നുമില്ല. അപ്പോൾ അതായത് എൻ്റെ നിങ്ങളുടെ ചിന്തയൊക്കെ ഒരുപോലെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ചില പ്രശ്ന പരിഹാരങ്ങൾ ആവശ്യമാണ്. നമ്മുടെ മുമ്പിൽ ഇത് പരിഹരിക്കപ്പെടണം. നമ്മൾ ഇനിയും ബഹളം ഉണ്ടാക്കി ഇനിയും നമ്മൾ ഈ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ മോശമായി തീരുമെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിലോട്ട് ഈ മേനകാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ വീണ്ടും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റിനെതിരെ പ്രക്ഷോഭങ്ങളും അതിനെതിരെയുള്ള നിയമ നടപടികളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു പട്ടീനെ ഈ പ്രദേശത്ത് എത്ര പേരാ പട്ടി വണ്ടിക്ക് കുറുകെ ചാടിയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. നമുക്ക് ഇങ്ങനെ വൈകുന്തോറും വലിയ ബുദ്ധിമുട്ടുകളും ട്രബിളുമാണ് നമുക്കുണ്ടാകുന്നത്. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും പരിഹരിക്കണം. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ള ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മൾ പറയുന്നതെല്ലാം ചെയ്തു തരാൻ ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇവരും ആ തരത്തിൽ അവരുടെ മനസ്സിൽ പേഴ്സണലി ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്കും അങ്ങനെ ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ള നിസ്സഹായാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവരും അണ്ടർ പ്രഷറിലാണ്. മിനിസ്റ്റർ തലത്തിൽ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, കേന്ദ്രത്തിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെയും ഈ പ്രശ്നം സൊല്യൂഷൻ ആക്കാൻ പറ്റിയില്ലെങ്കിൽ 144-ന്റെ ഓർഡർ ഓൾറെഡി ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സാറൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, സബ് കളക്ടർ ഇവിടെ നിൽപ്പുണ്ട്, തഹസിൽദാർ ഇവിടെ നിൽപ്പുണ്ട്, DFOമാർ 2 പേരെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതുവരെയും 144 ഇമ്പോസ് ചെയ്തില്ല എന്നുള്ളതാണ് സാറിനോട് ഇപ്പം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് ഒന്ന് പരിഹരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. നമുക്കിവിടെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴെങ്കിലും ഇവർക്ക് മനസ്സിലാക്കണം. അത്രയും നേരം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മളിപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല, രാവിലെ 8 മണിക്ക് വന്നിട്ട് ഇവർക്ക് ഇതിനെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അത് തീരുമായിരുന്നു. പക്ഷേ നമ്മളിതെങ്ങനെയെങ്കിലും ഇത് പരിഹാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം വെച്ച ആദ്യത്തെ കാര്യം അതാണ്. പക്ഷെ നമ്മൾ പിന്നെ ഡിമാൻഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സണ്ണിച്ചേട്ടൻ്റെ കിണർ അതേപടി നഷ്ടപ്പെട്ടു. ആ കിണറിന് സണ്ണിച്ചേട്ടൻ അവിടെ ഉണ്ടല്ലോ, സണ്ണിച്ചേട്ടൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ സണ്ണിച്ചേട്ടനായിട്ട് ആലോചിച്ചപ്പോൾ സണ്ണിച്ചേട്ടൻ പറഞ്ഞ് പുതിയ കിണർ വേണം. അപ്പോൾ ആ കിണറിന് 1.5 ലക്ഷം രൂപ വേണം. അപ്പോൾ ഇവര് പറഞ്ഞിരിക്കുന്നത് ആ 1.5 ലക്ഷത്തിൻ്റെ ചെക്ക് ഇപ്പോൾ അവിടെ ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ചെക്ക് സാങ്ഷൻ ചെയ്ത് തരാം. അങ്ങനെയല്ല സാറേ, അങ്ങനെയല്ലേ? അങ്ങനെയാണ് തഹസിൽദാരും സബ് കളക്ടറും സാറേ ഇങ്ങോട്ട് മുകളിലോട്ട് വന്നു. സാറേ, ഈ തഹസിൽദാരും സബ് കളക്ടറും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1.5 ലക്ഷം രൂപ ഈ പുതിയ കിണർ പണിയാനായിട്ട് ഇപ്പോൾ തന്നെ നിലമ്പൂർ വരെ പോയി കഴിഞ്ഞാൽ അവർ ചെക്ക് സാങ്ഷൻ ചെയ്ത് ചെക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഒരു ഡിമാൻഡ് അതായിരുന്നു. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ പ്രദേശത്തെ ഫെൻസിങ് ആണ്. ഈ ഫെൻസിങ്ങിൻ്റെ കേസുകെട്ടിൽ നമ്മൾ ആവശ്യപ്പെട്ടത് ഹാങ്ങിങ് ഫെൻസിങ് വേണമെന്നുള്ളതാണ്. ഇവിടെ 1.5 കിലോമീറ്ററോളം പ്രദേശമാണ് ഫെൻസിങ് ആവശ്യമായിട്ടുള്ളത്. അതിനാവശ്യമായ മുഴുവൻ ഫണ്ടും റിലീസ് ചെയ്ത് തരാമെന്നാണ്
ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ സാറേ? ഞാനിത് ഇവരുടെ മുമ്പിൽ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രദേശം ചെയ്യാനുള്ള മുഴുവൻ ഫണ്ടും, അങ്ങനെയാണ് സാറേ, മുഴുവൻ ഫണ്ടും ചെയ്തു തരാമെന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇവർക്ക് മുമ്പ് ഈ ശത്രുവായി മാറാൻ പാടില്ല. കാരണം ഈ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കപ്പെടാൻ വേണ്ടി മാത്രം ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന എൻ്റെ ചിന്ത മുഴുവനും എൻ്റെ വികാരം മുഴുവനും ഈ ജനത്തിൻ്റെ കൂടെ, ഞാൻ ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളാണ്. ആര് പറഞ്ഞാലും അല്ല, ഞാനിത് ഈ ജനത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ഈ ജനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ ഇവർക്കിടയിൽ ഒന്ന് നിന്നുകൊണ്ട് ഒരു പാലമായി നിന്ന് ഇതെങ്ങനെയും പരിഹരിക്കാവുന്ന മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്.